കോഴിക്കോട് നഗരത്തിൽ അത്യാഹിതങ്ങളുണ്ടായാൽ മിനിറ്റുകൾക്കുള്ളിൽ ഓടിയെത്താൻ ഇനി അഗ്നിരക്ഷാസേനയുണ്ടാവില്ല. കോഴിക്കോട് ബീച്ചിലെ ഫയർ സ്റ്റേഷൻ അടച്ചുപൂട്ടി. നഗരത്തിലെ അഗ്നിസുരക്ഷാസേനയുടെ അവസാന യൂണിറ്റും മീൻചന്തയിലേക്ക് മാറ്റി. കോഴിക്കോട് വലുതും ചെറുതുമായ നിരവധി തീപിടുത്തങ്ങളും കെട്ടിട അപകടങ്ങളും നടക്കുമ്പോൾ പെട്ടെന്നെത്താവുന്ന സ്ഥലമായിരുന്നു ബീച്ച് സ്റ്റേഷൻ. ഇനി വല്ലതും സംഭവിച്ചാൽ വെള്ളിമാടുകുന്നിൽ നിന്നോ മീൻചന്ത സ്റ്റേഷനിൽ നിന്നോ എത്തിച്ചേരണം. അതും നഗരത്തിലെ വാഹനത്തിരക്കിൽ നിന്നും എത്താൻ വളരെ ബുദ്ധിമുട്ടാണ്. ബീച്ചിലെ അഗ്നിരക്ഷാ നിലയം കെട്ടിടത്തിന്റെ കാലപ്പഴക്കം കാരണം ജീവനക്കാർക്ക് ജോലി ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയിലായിരുന്നു. അങ്ങനെയാണ് പൊളിച്ചു മാറ്റുന്നത്. പുതിയ കെട്ടിടം പണിയുന്നതുവരെ മറ്റു സംവിധാനങ്ങൾ ഒരുക്കാൻ കോർപ്പറേഷന് കഴിഞ്ഞില്ല. ബീച്ചിലെ ഫയർ സ്റ്റേഷൻ അവിടെ തന്നെ നിലനിർത്തണമെന്ന് ആവശ്യപ്പെട്ട് സംരക്ഷണ സമിതി പ്രക്ഷോഭത്തിന് ഒരുങ്ങുകയാണ്. എല്ലാ രാഷ്ട്രീയ, സാംസ്കാരിക, സാമൂഹ്യ സംഘടനകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ നഗരത്തിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി നിലനിന്ന് വന്ന ഈ അഗ്നിരക്ഷാ നിലയം ഇവിടെ സ്ഥാപിക്കാൻ ആവശ്യമായ രീതിയിലുള്ള ഇടപെടൽ, അതിന് കക്ഷി രാഷ്ട്രീയത്തിൻ്റെയും എല്ലാ അതിർവരമ്പുകളും ലംഘിച്ചുകൊണ്ട് അധികാരികളിലേക്ക് ഈ നഗരത്തിൻ്റെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളിലൊന്നായിക്കൊണ്ട് അത് ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ 5 വർഷത്തിനിടക്ക് ചെറുതും വലുതുമായിക്കൊണ്ടുള്ള വലിയ തീപിടുത്തങ്ങൾ ഈ നഗരത്തിൽ ഉണ്ടായിട്ടുണ്ട്. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട അധികാരികൾ അത് ജാഗ്രതയോടുകൂടി കണ്ടുകൊണ്ട് ഈ നഗരത്തിലെ ഈ വിഷയത്തെ ഏറ്റവും സമർത്ഥമായിട്ട് അഭിമുഖീകരിക്കാനും തരണം ചെയ്യാനും ഉതകുന്ന രീതിയിലേക്കുള്ള ഈ അഗ്നിരക്ഷാ നിലയത്തെ ഇവിടെ നിലനിർത്തുക എന്നുള്ളത് ഇവിടുത്തെ മുഴുവൻ മനുഷ്യരുടെയും അടിയന്തര വിഷയങ്ങളിലൊന്നാണ്. മനുഷ്യന് സുഖകരമായി ജീവിക്കാനും ഒപ്പം തങ്ങളുടെ സമ്പാദ്യത്തെയും ഇവിടെ ഉയർന്നു വരുന്ന മറ്റ് ഇടങ്ങളിലെ പൊതു സ്ഥാപനങ്ങളെയും നിലനിർത്തുന്നതിന് വേണ്ടി ഈ അഗ്നിരക്ഷാ നിലയം ഇവിടെ അത്യാവശ്യമാണ്. അതുകൊണ്ട് ഇത്തരം സ്ഥാപനങ്ങൾ, ഈ അഗ്നിരക്ഷാ നിലയം പോലുള്ള പൊതുമേഖലയിൽ നിലനിൽക്കുന്ന സ്ഥാപനങ്ങൾ ഇവിടുത്തെ ജനങ്ങളെ ജീവനും സ്വത്തിനും സംരക്ഷിക്കുന്നതിന് വേണ്ടി അടിയന്തരമായി കുറേയും കൂടി വിപുലമായ അർത്ഥത്തിലാണ് ഇത് ഇവിടെ പ്രവർത്തിക്കേണ്ടതെന്നുള്ള അഭിപ്രായമാണ് ഇവിടുത്തെ സാമൂഹ്യ, സാംസ്കാരിക, രാഷ്ട്രീയ മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകൾക്കുള്ളത്. ഈ ഒരു മുറവിളി അധികാരികൾ യഥാസമയം ഉൾക്കൊള്ളുകയും അതിനനുസൃതമായി കൊണ്ടുള്ള നല്ല തോതിലുള്ള തീരുമാനം കൈക്കൊള്ളുന്നതാണ് ഈ നഗരത്തെ സ്നേഹിക്കുന്ന, ഈ നഗരത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ ജനങ്ങളെയും ആഗ്രഹം. ബീച്ചിലെ ഫയർ സ്റ്റേഷൻ നഗരത്തിൽ നിലനിർത്തിയില്ലെങ്കിൽ ജനകീയ പ്രക്ഷോഭം നടത്താനും സംരക്ഷണ സമിതി തീരുമാനിച്ചിട്ടുണ്ട്. CD സലീം കുമാർ, ദൂരദർശൻ ന്യൂസ്, കോഴിക്കോട്.